ഗുഡ് മോർണിംഗ് ഗൈസ്. മൂന്നാമത്തെ ദിവസം പുറകെ വന്ന് ഇന്ന് അവരാധിക്കാൻ മാത്രം അറിയാവുന്ന ജോമോൻ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കാഞ്ഞക്കാടാണ്. അപ്പൊ നമ്മളിവിടെ നേരെ പോകുന്നത് എങ്ങോട്ടാ? ബേക്കൽ ഫോർട്ട് അല്ലേ? ബേക്കൽ ഫോർട്ട് നമ്മുടെ ആഷിക്കലുണ്ട്, നമ്മുടെ ആലപ്പി റിപ്പിൾസാണ് പ്ലെയർ ആയിട്ട് ഈ വർഷം പറഞ്ഞത്. അപ്പം ആഷിക്കലിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ക്രിക്കറ്റ് കളിക്കുന്നവരുടെ വണ്ടിയുടെ ഡിക്കി ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ നോക്ക്, ഹെൽമെറ്റ്, ഗ്ലൗസ്, അതിനുള്ളിൽ ബോളുണ്ട്, ഷൂ, സ്റ്റമ്പ്, പിന്നെ ഇത് വേണ്ടേ, ഇത് സ്റ്റമ്പ്, ബാറ്റ്. നമ്മളെവിടെ പോയാലും ക്രിക്കറ്റ്. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ക്രിക്കറ്റ് കളിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ എടുത്തു വെച്ച് അവൻ്റെ സ്വന്തം വണ്ടിയാണെങ്കിലും അവന് കളിക്കാറുണ്ട്. പ്ലെയർ ഓഫ് ദി മാച്ച് ആര്? 22 ബോളിൽ 11 റണ്ണും 3 വിക്കറ്റും. ആ 3 വിക്കറ്റ് എൻ്റെ ഐഡിയ കൊണ്ട് കിട്ടിയ വിക്കറ്റ്. ആ പറ. ആ 12 റൺസിന് 100 റൺസിന്റെ വിലയുണ്ട്. ആ 3 വിക്കറ്റ് എൻ്റെ ഐഡിയ കൊണ്ട് കിട്ടിയ വിക്കറ്റ്. എൻ്റെ ഐഡിയ ഉണ്ട്. ഞാൻ അറിയത്തില്ല, പക്ഷെ എനിക്ക് പറഞ്ഞുതരാൻ അറിയാം. ഞാൻ പറഞ്ഞു തന്നു. സ്വിംഗ് ഉള്ള ബോളർ ക്രോസിംഗ് പിടിച്ചെറിഞ്ഞോണ്ടിരുന്ന എങ്ങനെയിരിക്കും? ആ പിന്നല്ല എന്തുവാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കാഞ്ഞങ്ങാട് ഒത്തിരിക്കുകയാണ്. വണ്ടി പോകുന്ന നമ്മുടെ ജോമോൻ. ഇതിനകത്ത് എന്തുവാ വരുന്നത്? ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? അത് തേങ്ങയും അരി മാത്രമേ ഉള്ളൂ. നീർദോശ, ഇപ്പൊ സാധാ ദോശ, പൂരി, രാവിലത്തെ ഫുഡ് നീർദോശ, അവിടെ പൂരി, ഇവിടെ പൊറോട്ട. അവൻ 2 ഉണ്ടയും കൊണ്ടിരിപ്പുണ്ട്. ഈ ഉണ്ട കാണുമ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട്ടെയാണെന്നുള്ള തോന്നൽ വരുമോ? കോഴിക്കോട്ടെയാണെങ്കിൽ കഴിക്കില്ല, കാരണം ഷുഗർ ഡയറ്റിലാണ്. എന്നിട്ട് ചായ വിത്തോട്ട് പറഞ്ഞിട്ട് കുറച്ച് മധുരം ഇടും, കുറച്ച് ഇത് ഇടും. രാവിലെ നല്ല ഫുഡ്, നല്ല വയറ് ഇറച്ചി കഴിച്ചു. എനിക്ക് പൊറോട്ടയും ബാജി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നോർമലി നീ ഏതായിരുന്നു പറഞ്ഞേ? പൂരിയും ബാജി അല്ലായിരുന്നു? പൂരിയും ബാജി പറഞ്ഞത്. അപ്പോൾ ബാജി കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊറോട്ട, കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള പൊറോട്ട ആയിട്ട്, അതുകൊണ്ട് പൊറോട്ടയും ബാജിയും നൈസ് കോമ്പിനേഷൻ ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം കിട്ടില്ലായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസം ഫുഡ് കഴിക്കാൻ. ആക്ച്വലി കാസർഗോഡ് വന്നപ്പോൾ നീ വേറൊരു ഫീൽ കിട്ടിയോ? വേറൊരു എന്തായാലും വേറെ കൾച്ചർ. കാരണം ഇവിടെ കൂടുതലും മലയാളിയിൽ ഉപരി ഒരു മംഗലാപുരം കർണാടക സ്റ്റൈലൊക്കെ നീർദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നീർദോശ നമുക്ക് എപ്പോഴും കഴിക്കേണ്ട ഒന്നെങ്കിൽ പ്രോൺസ് ഗീ റോസ്റ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള മംഗലാപുരം ഡിഷസ് ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഗീ റോസ്റ്റ്. നീർദോശ എപ്പോഴും നൈസ്. ഇവിടെ അങ്ങനെ തോന്നിയില്ല, നമുക്കൊരു ഇതായിട്ട് തോന്നി. പക്ഷേ ഓൾമോസ്റ്റ് നൈസായിരുന്നു, ഫുഡെല്ലാം നൈസായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജോനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? നമ്മളെന്നാൽ ബേക്കൽ ഫോർട്ട് കാസർഗോഡിലെത്തിയിരിക്കുന്നു. നമ്മളങ്ങനെ ബേക്കൽ ഫോർട്ട് കാസർഗോഡ് എത്തിയിരിക്കുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ആഷിക്കലി എന്നാണ് പേര്. നമ്മുടെ ആലപ്പി റിപ്പിൾസിന് ഈ വർഷം കളിക്കുന്നതാണ്. പുള്ളി ഏതായാലും കളിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ടെന്നീസ് ബോൾ ആദ്യമായിട്ടാണ് KCL കളിക്കാൻ പോകുന്നത്. പുള്ളി ടെന്നീസ് ബോൾ നല്ല ലെവലിൽ ഹൈ ലെവൽ, അതായത് ഓൾ ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് ലെവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണമെങ്കിൽ പുള്ളിയുടെ കൂടെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. യെസ്, എന്താണെന്ന് നോക്കി കണ്ടറിയാം. എന്നാലും ഞാനൊന്നും ബാറ്റ് ചെയ്യുന്നില്ല. ഇന്നലത്തെ ഡക്കൂടെ ഞാൻ മതിയായിട്ടുണ്ട്. എനിക്ക് സമാധാനമായിട്ടുണ്ട്. ജോമോനൊക്കെ ഡക്കാവട്ടെ. നമുക്ക് കണ്ടു ഗൈസ് ഇവിടുത്തെ എൻട്രൻസ് ആണോ? ബേക്കൽ ഫോർട്ട്. ഗൈസ് ഞങ്ങൾ ബേക്കൽ ഫോർട്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നേ. അപ്പം അയ്യോ എൻ്റെ പൊന്ന് ഗൈസ്, ഒരു കാര്യം പറയാം. ഇന്നലെ കാറിനകത്ത് ഇജാതി തള്ളു. കാസർഗോഡ് എൻ്റെ കൈവെള്ളയിലാണ്. ഞാനാണ് കാസർഗോഡ് എല്ലാം. കാസർഗോഡ് എനിക്ക് കുറേ പിള്ളേരുണ്ട്. നമ്മൾ വിചാരിച്ച കാസർഗോഡ് നടക്കാത്ത ഒന്നുമില്ല. മാങ്ങ, ചേന. സിദ്ധുവിന്റെ പേരൊക്കെ പറഞ്ഞേ. സിദ്ധു ഉണ്ട് കാസർഗോഡ്. ഞങ്ങൾക്ക് സിദ്ധു ഉണ്ട്. അതായത് ഞങ്ങൾ വണ്ടി ഇത്രയും തള്ളുന്ന ഒരുത്തൻ ഭൂലോകത്തുണ്ട്. കഴിഞ്ഞ വട്ടം ഞാൻ ഓൾ കേരള വന്നപ്പോഴും ഇവൻ എന്നെ പറ്റിച്ച്. എന്ത് പറ്റിയത്? നമ്മളിങ്ങോട്ട് അവര് ഒരു വഴിക്ക് ഇറങ്ങിയോ? അവര് ബാറ്റും ബോളും ഒക്കെ കണ്ടപ്പോ അവര് പറഞ്ഞ് പെർമിഷൻ ഇല്ല, ഇതൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഓ നൈസ് വ്യൂ, ബ്യൂട്ടിഫുൾ. കണ്ടോ ബീച്ചാണോ? ബീച്ച് കുറച്ചുകൂടെ വ്യക്തിയായിട്ട് കാണിക്കാവേ. അങ്ങോട്ട് പോട്ടെ. ബീച്ച് ഉണ്ടോ? കണ്ടു. ഹായ് നൈസ്. ഓ അത്രയുണ്ടോ? അപ്പൊ ഗൈസ് നമ്മുടെ ലൊക്കേഷൻ ഇതാണ്. ഫസ്റ്റ് ബോൾ വിക്കറ്റ് എടുക്ക്. ജോമോനല്ലയോ? വലിയ കാര്യമൊന്നുമില്ല. അവനെ സിമ്പിൾ ആയിട്ട് എടുക്കാതെ. നല്ല ബാറ്റ്സ്മാനല്ലല്ലോ. ഫസ്റ്റ് ബോൾ എടുക്കാം, എറിയാൻ പോന്നു. പോയി ജോമോന്റെ പോയി.
ജോമോന്റെ പോയി. മനുഷ്യരെ കൊണ്ട് ബോള് വെക്കിപ്പിക്കുക. പോച്ചക്കകത്ത് അവസാനം ബോൾ നോക്കാൻ വേണ്ടി നമ്മൾ വെളിയിൽ നിന്ന് ഒരാളെ ഇറക്കി നമ്മൾ ബോൾ നോക്കുക. ഓഹോ വെൽ ബാറ്റ് മാൻ. താങ്ക് യു. ബാറ്റിംഗ് ലെജൻഡ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ പുള്ളിക്കാരൻ 2010 കളിച്ച ഒരു മാച്ചിലെ ബോളാണിത്. ഏകദേശം 17 ഓവറിൽ പുള്ളിക്കാരൻ എടുത്ത് 8 വിക്കറ്റാണ്. ഇത് കാസർഗോഡ് വേഴ്സസ് കണ്ണൂർ ഉള്ളൊരു മാച്ചിൽ 2010 17 ഓവറിൽ 8 വിക്കറ്റ് എന്ന് പറയുമ്പോൾ ഓ മൈ ഗോഡ് ദിസ് മാൻ. സ്പെഷ്യാലിറ്റി എന്തോ? ഗഡ്ബഡ്. എനിക്കറിയാം കേട്ടിട്ടുണ്ട്. അത്ര അന്നേരം നോർമലി വീഡിയോ വരുന്ന ഫേമസ് ആയിട്ടുള്ള കട ഇതാണോ? എത്ര ഷെയർ തുടങ്ങിയിട്ട്? 82. കുറേ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതിൻ്റെ മിക്സിങ് എങ്ങനെയാ? നോർമലി തന്നെ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ഒന്നും എടുക്കാം. ഫേമസ് ഗഡ്ബഡ് കിട്ടുന്ന കട നമ്മുടെ കാഞ്ഞങ്ങാടാണ് ലൊക്കേഷൻ വരുന്നത്. ഒരു കൂൾ ഡ്രിങ്ക്സ് കടയിലുള്ള ഐറ്റംസ് ആണ് കണ്ടത്. ദിൽഖുഷ്, ഗഡ്ബഡ്, ഫലൂഡ, സോഡല. ഈ 4 ഐറ്റമേ ഉള്ളൂ. പിന്നെ കുറേ അല്ലാത്ത സ്റ്റേഷനറി കാര്യങ്ങൾ, അതായത് ചോക്ലേറ്റ്സ്, മറ്റേത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫ്രൂട്ട്സ് അല്ലയോ? നമ്മുടെ ഫലൂഡ റൂട്ടാണ്. അതെ, എടുത്തോ, കുഴപ്പമില്ല. ഓക്കെ. പിന്നെന്താ കിട്ടുന്നതിനകത്ത്? എത്ര സ്കൂപ്പ് ഉണ്ട് ഐസ്ക്രീം? 3 അല്ലയോ? മിക്സ് വരും. ഓക്കെ. അതേതാ? ചോക്ലേറ്റ് ആണോ? ഇത് ഒന്ന് ചോക്ലേറ്റ്, ദിൽഖുഷ് ചെറി അല്ല ടൂട്ടി ഫ്രൂട്ടി. ഓക്കെ. അങ്ങനെ നമ്മുടെ ഗഡ്ബഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. കളിക്കാൻ വന്നേ അണ്ടറാം ക്രിക്കറ്റ്. യെസ് ഗൈസ്, നമ്മളിവിടെ അണ്ടറാം കളിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെ കളിക്കുന്നത്, എങ്ങനെയാ, ഒന്നും അറിഞ്ഞൂടാ. ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെ കളിക്കുന്നതെന്ന്? എങ്ങനെ കളിക്കുന്നതെന്ന് പറഞ്ഞു തരുമോ? അതായത് ക്രിക്കറ്റ് കളി പോലെ തന്നെ നമ്മുടെ ഓവർ ആക്ഷനിൽ ബോൾ ചെയ്യുന്നു. ഇത് ആക്ഷൻ മാത്രം അണ്ടറാം ആണ്. ഓക്കെ. അതായത് ആമിന് താഴെ കൂടി എറിയുന്നു. ബാക്കിയെല്ലാം സെയിം തന്നെ, റൂൾസ് എല്ലാം ക്രിക്കറ്റിന്റെ സെയിം തന്നെ. പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ സ്ട്രൈറ്റ് 6 മാത്രമായിരിക്കും. ആ 2 പോളിന്റെ ഇടയിൽ കൂടി മാത്രം. ബാക്കി 2 സൈഡ് സിംഗിൾ ആയിരിക്കും. ഓക്കെ. പിന്നെ ഓപ്പൺ ഗ്രൗണ്ടിലാണെങ്കിൽ നമ്മൾ നോർമൽ ക്രിക്കറ്റ് റൂൾസ് തന്നെയാണ് വരുന്നത്. പന്ത് എറിയുന്ന ആക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ. ഓഹോ, അവരിതുപോലെ എറിഞ്ഞു തരും. നോക്കിയിരുന്നു, അവരിതുപോലിട്ട് എത്തിയാകുമ്പോൾ എന്തോ ആവും നമുക്ക് കണ്ടറിയാം. നല്ല സ്പീഡുണ്ടല്ലേ? എത്ര വേണമെങ്കിലും കുത്താലിയോ? ഫുഡിക്ക് പേസ് അറിഞ്ഞോ? ഫുഡി മറ്റേലും പാടാണത്. നല്ല പാടാ കളി കേട്ടോ. ആ പുള്ളി എത്ര പാട്. ഒരു കാര്യം, ഞാൻ പേസ് ബോൾ എന്നറിയാൻ പറഞ്ഞു പുള്ളിയോട്. വീടറിയോ? ഇപ്പൊ കാണാം കുറ്റി വെച്ചോണ്ട് പോകുന്നത്. മഴ പെയ്യുന്നുണ്ട്. ഫുഡ് കണക്ട് ചെയ്ത് കിട്ടോ. കുറേ നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം എത്തി. ഒരു വട്ടം വന്നു, കിട്ടിയില്ല. ഇതാ രണ്ടാമത്തോട്ടും വന്നു. ഇതാ അപ്പം കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊള്ളിയാത്തട്ടയുടെ കിച്ചണിലാണ്. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആ ഫേമസ് പള്ളിക്കറി. എൻ്റെ ദൈവമേ, ഇനി ഉണ്ടോ? ഓക്കെ, നമ്മുടെ പള്ളിക്കറി തന്നെ.
ഇത് ഇവിടുന്ന് വെളിയിലോട്ടൊക്കെ പോകാറില്ലേ, കൊണ്ടുപോകാറില്ല? എത്ര ദിവസം വരെ ഇരിക്കുമായിരിക്കും ഇത് എടുത്തു കഴിഞ്ഞാൽ? ദിവസം കണക്കൊന്നുമില്ല, അത് ഓരോ ഇതുപോലെ നമ്മൾ ഇവിടുന്ന് കാലത്തെ കൊടുക്കും, രാത്രി വരെ നിൽക്കും. നിൽക്കും. അതപ്പോൾ ഈ വെളിയിലോട്ടൊക്കെ കൊണ്ടുപോകുമ്പോഴോ? ഫ്രീസ് ആക്കിയിട്ടുണ്ടോ? ഫ്രീസ് ആക്കിയിട്ടുണ്ടോ അല്ലേ? അതിനകത്താണ് അവർ രാവിലെ പള്ളിക്കറി വെക്കുന്നത്. ഏകദേശം ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് തീരത്തില്ല. 4:30 ആകുമ്പോഴത്തേക്ക് തീരും. എന്നിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചെറിയ ചെമ്പിലേക്ക് രാത്രിയിലത്തേക്കുള്ള ഉണ്ടാക്കുന്നത്. ഓ മാൻ സീൻ. ഇവിടെ പൊറോട്ട അടിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ബക്രീദിൻ്റെ നോമ്പിൻ്റെ സമയത്ത് ഞങ്ങളൊന്ന് വന്നായിരുന്നു. അന്ന് അതിനകത്ത് വെക്കുന്നില്ലയോ? അന്ന് പക്ഷെ അടച്ചിട്ടേക്ക് വരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി. നെയ്പ്പത്ത് ഇവിടെ ഉണ്ടല്ലേ? ഇത് റെഡിയായ ഇത് ഫിനിഷ് ആകുമ്പോഴത്തേക്ക് പറ്റിയത് വരും. ചെറിയ ചക്കി ആക്കിയത് വലിയ ചക്കിയിലുണ്ടായിരുന്നു, വലിയ പാത്രത്തിലുണ്ടായിരുന്നു. നിങ്ങൾ വൈകുന്നേരം ആയില്ലേ വന്നത് വീഡിയോ എടുക്കുന്നത്? ചെറിയ പാത്രത്തിലേക്ക്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ്, പള്ളിക്കറി കൂടെ പരിപ്പ്, അതിലേക്ക് കുറച്ച് പരിപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ഓ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. എന്നിട്ട് വേണ്ട സൈഡിൽ കൂടെ കോറസ് പറയാതെ മിസ്റ്റർ. കുറച്ച് ബീഫ് പള്ളിക്കറി, ഒരുപാട് ഗ്രേവി ഒന്നുമല്ല, ഒരു മിനിമൽ ഒരു റോസ്റ്റ് ലെവലിൽ കുറച്ച് പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് തന്നെ ഈ കൈ കൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് കുഴയ്ക്കുക. ഓ എൻ്റെ ദൈവമേ, ടെക്സ്ചറാണെന്നറിയാമോ? ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ കൊള്ളിയ തട്ടോടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾ എൻ്റെ ഡ്രസ്സ് നോക്കണ്ട. അപ്പോൾ ഒരു കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ പോയി ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡ്രസ്സ് എത്രമാത്രം മോശമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മളിവിടെ വന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് വാസ് റിയലി നൈസ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് കഴിക്കണമെന്നുള്ളത്. ഫുഡിലുപരി ഒരു എക്സ്പീരിയൻസ്. അതാണ് കൂടുതൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആർക്കും മോശമായിട്ടൊന്നും തോന്നില്ല. എല്ലാവർക്കും ഗൈസ് കാസർഗോഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള സാധനം ചെറുമുറ. തക്കാളി, പിന്നെ ഉള്ളി, മല്ലിച്ചപ്പ്. ഞങ്ങളുടെ ഇല്ലയോ? മല്ലിച്ചപ്പ് കുറച്ച് ജാസ്തി, പിന്നെ ഉപ്പല്ലോ. അതോ മുളക് പൊടിയോ? അത് ഓയിലല്ലേ? ഇനി പൊരി മെയിൻ ആയിട്ട് അല്ലയോ? അങ്ങനെ നമ്മുടെ കയ്യിൽ നമ്മുടെ ചെറുമുറി കിട്ടിയിരിക്കുന്നു. നല്ല സൂപ്പൊക്കെ ഒഴിച്ച് നമ്മുടെ മേളിലൊരു ബുൾസയൊക്കെ വെച്ച് സീൻ സാധനമില്ലേ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട പൊട്ടിച്ച് അത് ഒഴിക്കണം. പൊട്ടിക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്യും, നല്ലോണം മിക്സ് ചെയ്യും. ഇനി നല്ലോണം ഒരു കുറച്ചുകൂടെ എടുക്കുക. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം അവൽ മിൽക്ക്. ഇവിടുത്തെ ഫേമസ് ആണ് കേട്ടോ. ഞാൻ ഒരു കഴിച്ചിട്ടുള്ളേ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ ഇങ്ങനെ എടുക്കും.
അപ്പോൾ നമ്മളിവിടെ നേരെ ഇനി തലശ്ശേരിയിലേക്ക്, നാളത്തെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം തലശ്ശേരിയിലായിരിക്കും. സോ ഇവിടുന്ന് ഒരു 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട് തലശ്ശേരിയിലേക്ക്. അപ്പം നമ്മളിനിയിപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാണ്. അപ്പം ബാക്കി കാഴ്ചകൾ ഞാൻ തലശ്ശേരി ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു. ഓക്കെ, ബൈ.